സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. 2024 നിങ്ങളിൽ നിന്നുണ്ടായ സപ്പോർട്ട് പോലെ തുടർന്നും നിങ്ങളിൽ നിന്ന് അകമഴിഞ്ഞ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 2025 ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ എനിക്കും ഗുണമാകും എന്നാണ്. ഏതൊരു യൂട്യൂബിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് വീഡിയോസ് ചെയ്യുന്ന ഏതൊരാളും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് 2025 നിങ്ങൾ എത്തരത്തിലുള്ള വീഡിയോസ് ചെയ്താൽ നന്നാകുമെന്ന്. നിങ്ങൾ എത്തരത്തിലുള്ള വീഡിയോസ് ചെയ്താലും അതിലെ കണ്ടന്റ്, അതിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ലോയലായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, അവരെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ വിജയം. അതുപോലെ തന്നെ നിങ്ങൾ റെഗുലറാണോ ഇറഗുലറാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ച. ചാനലിൽ വ്യൂസ് വരുന്നതും സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പുതിയ വ്യൂവേഴ്സിൻ്റെ മുന്നിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തുന്നതും എല്ലാം നിങ്ങളുടെ കൺസിസ്റ്റൻസിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് സ്ഥിരതയാണ്. സ്ഥിരമായി ഒരു പ്രത്യേക സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ചാനലുകൾക്കാണ് യഥാർത്ഥത്തിൽ കാഴ്ചക്കാർ കൂടുന്നതും കൂടുതൽ സപ്പോർട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്തിരിക്കണം. ക്വാളിറ്റിയുള്ള കണ്ടന്റുകളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ അതിൽ ഉൾപ്പെടും. ചവറ് വീഡിയോ അല്ലാതിരിക്കണം. മറ്റുള്ളവരെ തെറി പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന, മറ്റുള്ള ആളുകളെ ചീത്ത പറയുന്ന ഒരു വീഡിയോയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് അത് ദോഷം ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചാനലിൽ നിന്ന് വീഡിയോസ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങളുടേതാണ് എന്ന വ്യാജേന നിങ്ങൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് കണ്ടൻ്റുള്ള വീഡിയോസ്, അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈവ് പോയാലും നിങ്ങളുടെ വീഡിയോസിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനും കോപ്പിറൈറ്റ് ക്ലെയിം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതിരിക്കുക. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ചെയ്ത് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾ സക്സസ്ഫുൾ ആകും. ഇനി സക്സസ്ഫുൾ ആകാത്ത ആളുകൾ തുടർന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് നിലവിലുള്ള ചാനൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ചാനൽ തുടങ്ങിക്കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും വിജയം നിങ്ങളുടേത് തന്നെയാണ്. ആരുടെയും കുത്തകയല്ല വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് തികയാത്ത, 4000 വാച്ച് അവേഴ്സ് തികയാത്ത എല്ലാവരും വളരെ ആത്മാർത്ഥമായി വളരെ ഉത്സാഹപൂർവ്വം വീഡിയോസ് ചെയ്ത് മുന്നോട്ട് വരിക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നതോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസയും കൂടി നേർന്നുകൊണ്ട് നല്ല ഒരു വർഷമാകട്ടെ നിങ്ങളുടേതും എൻ്റേതും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.